ഹലോ ഓൾ, എല്ലാവർക്കും GK വെൽ ഡൺ PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. എല്ലാവരും നല്ല രീതിയിൽ പഠനം തുടങ്ങിയിട്ടുണ്ട്. ഇനി പഠനം തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനിയാണെങ്കിലും പഠിച്ചു തുടങ്ങുക. നമുക്ക് 2022 10ാം തരം പൊതുപ്രാഥമിക പരീക്ഷകൾ 4 ഘട്ടങ്ങളായിട്ടാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഘട്ടത്തിൽ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതായത് മെയ്യിലും ജൂണിലുമായിട്ടാണ് പരീക്ഷ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഘട്ടം നടക്കുന്നത് 15ാം തീയതിയാണ്, 15/5/2022. ഏകദേശം 3 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളുണ്ട്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. സെക്കൻഡ് ഘട്ട പരീക്ഷ 28ാം തീയതിയാണ് വരുന്നത്, മെയ്. അത് ശനിയാഴ്ചയാണ് നടത്തുന്നത്. ഇനി 3ാമത്തെ ഘട്ടവും 4ാമത്തെ ഘട്ടവും നടത്തുന്നത് പിറ്റത്തെ മാസങ്ങളിലാണ്. അതായത് 11/6/2002 19/6/2002 പരീക്ഷ നടത്തുന്നത്. അപ്പോൾ പരീക്ഷ 4 ഘട്ടങ്ങളായിട്ട് നടക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന പരീക്ഷാ തീയതി, ജില്ല എന്നിവയിൽ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കില്ല എന്ന് ഓൾറെഡി നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4 ഘട്ടം നടന്ന് എപ്പോഴൊക്കെയാണ്, ആർക്കൊക്കെയാണ് ആദ്യത്തെ ഘട്ടം വരുന്നത്, ആർക്കൊക്കെയാണ് രണ്ടാമത്തെ ഘട്ടം വരുന്നതെന്നൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരു പ്രാഥമിക പരീക്ഷ എഴുതി അത്യാവശ്യം പൊതുപരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് പരീക്ഷ നടക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പ്രൊഫൈലിൽ ഇനി അടുത്തതായിട്ട് കൺഫർമേഷൻ ഇപ്പോൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. നമ്മൾക്ക് ഹാൾ ടിക്കറ്റ് വരും, അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതാൻ പോകുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്. കഴിഞ്ഞ തവണ മെയിൻസും എഴുതി നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കും അവരുമായിട്ടാണ് നമ്മൾ ഇത്തവണ കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ PSC നടത്താൻ ഉദ്ദേശിക്കുന്ന പരീക്ഷ എങ്ങനെയാണെന്നും ആ പരീക്ഷയുടെ ഒരു വ്യക്തമായ സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട്, PSC നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിലബസ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും റിനൈസൻസും എല്ലാം കൂട്ടി 60 മാർക്കാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, 10 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവുമെന്ന് വ്യക്തമായി തന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ജോഗ്രഫിയിൽ നിന്ന് 10 മാർക്കിന്റെയും, അതുപോലെ ഇന്ത്യയുടെ നമുക്കറിയാം ഹിസ്റ്ററി ആയിട്ട് 10 മാർക്ക്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന് 10 മാർക്ക്, കേരളം അടിസ്ഥാന വിവരങ്ങൾ കേരള ജോഗ്രഫി 10 മാർക്ക്, അതുപോലെ കേരള ഹിസ്റ്ററി 10 മാർക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ജനറൽ സയൻസ് 10 ആണ് വരുന്നത്. ഇവിടെ നാച്ചുറൽ സയൻസിന് പൊതുവെ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് 10 മാർക്ക് ബയോളജി വരുന്നത്. പിന്നെ 5 മാർക്ക് ഫിസിക്സും 5 മാർക്ക് കെമിസ്ട്രിക്കാണ് വരാൻ സാധ്യത. ഇതങ്ങനെ ഫിസിക്കൽ സയൻസ് 10 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി 20 മാർക്ക് വരുന്നത് എന്തിനാണ്, ലഘു ഗണിതത്തിനും അതുപോലെ തന്നെ നമുക്കറിയാം മെന്റൽ എബിലിറ്റിക്കും 10 മാർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് PSC തന്നിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രിലിംസ് ബേസ് ചെയ്തിട്ട് ഒരു 60 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ 60 ദിവസത്തെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് എല്ലാം യൂട്യൂബ് വഴിയായിരിക്കും നൽകുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഗ്രൂപ്പിൽ ഈ ക്ലാസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്ക് തരും. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വാട്സാപ്പിലേക്ക് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ടെലിഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തുടങ്ങുന്നത് SCERT ബേസ് ചെയ്തിട്ടുള്ള ക്രാഷ് കോഴ്സുകളാണ്. ഓൾറെഡി നമ്മൾ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ കിട്ടും. ഒരു ദിവസം 1 or 2 അതിൽ കൂടുതലായിട്ടുള്ള വീഡിയോസ് ചിലപ്പോൾ വന്നെന്നിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ക്ലാസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി നോട്ട്സ്, PDF നോട്ട്സ് നമ്മൾ നൽകുന്നതാണ്. ഒപ്പം തന്നെ ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ SCERT കംപ്ലീറ്റ് ചെയ്തിട്ടും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് 2021 PSC 10th ലെവൽ ബേസ് ചെയ്തിട്ട് 5 പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു, പ്രിലിംസ് ബേസ് ചെയ്തിട്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആ 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആദ്യമേ തന്നെ ഒന്ന് തുടങ്ങാം അതിൽ നിന്നും. ഒപ്പം തന്നെ 2021 2022 PSC ഇതുവരെ ചോദിച്ചിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ദിവസവും നമ്മളുടെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടും ചെയ്യണം. ഒപ്പം തന്നെ ഇതുപോലെ SCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും ഫോളോ ചെയ്യണം. അപ്പോൾ ഇനി മുതൽ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി ഇതിന്റെ ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞതാണ്. പ്രിലിംസിൽ നോക്കേണ്ട SCERT സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ലിസ്റ്റ് ഞാൻ ഓൾറെഡി നമുക്കൊരു നമ്മളുടെ വീഡിയോയിൽ ചെയ്തിട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഒപ്പം ഈ ക്ലാസ് കൂടി എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ വിജയം
തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. അപ്പോൾ നാളെ മുതൽ നമ്മളുടെ ക്ലാസ് ഞാൻ പറഞ്ഞ രീതിയിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ SSCRT ബേസ് ചെയ്തിട്ട് സോഷ്യലും സയൻസിന്റെയും ക്ലാസ്സുകൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, ഒപ്പം നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്